എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഡ്രാഗൺ കണ്ടോ? ഇത് ക്ലേ കൊണ്ടുണ്ടാക്കിയതാണെന്ന് നിങ്ങൾക്കറിയാമോ? ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് നമുക്ക് നോക്കിയാലോ? ക്ലേ ഉപയോഗിച്ച് ഈ മനോഹരമായ ഡ്രാഗൺ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? എന്നാൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഈ ഡ്രാഗൺ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ മീഷോന്ന് വാങ്ങിയിട്ടുള്ള ഈ ക്ലേ ആണ് ഉപയോഗിച്ചത് കേട്ടോ. ഈ ക്ലേ എയർ ഡ്രൈ ക്ലേ ആണ്, തന്നെ ഉണങ്ങിക്കോളും. നമുക്ക് അതിനെ ബേക്ക് ചെയ്യുക അങ്ങനത്തെ ആവശ്യമൊന്നുമില്ല. പിന്നെ വേണ്ടത് ഇതേപോലെ ഒരു മരക്കൊമ്പാണ് കേട്ടോ. പിന്നെ ഞാൻ ആ ഡ്രാഗൻ്റെ ശരീരമൊക്കെ ഒന്ന് ഉറച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു വയറിൻ്റെ കഷ്ണം എടുത്തിട്ടുണ്ട്. സ്റ്റീലിൻ്റെ വയറിൻ്റെ കഷ്ണമാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഈ മരക്കൊമ്പ് ആ പാത്രത്തിൽ ഉറച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ ക്ലേ കൊണ്ട് ജസ്റ്റ് ഒന്ന് അതിനെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നാലേ ആ മരക്കൊമ്പ് അവിടെ ഉറച്ച് നിൽക്കുള്ളൂ. അല്ലെങ്കിൽ ഈ ഡ്രാഗൺ അതിൻ്റെ പുറത്തോട്ട് കയറിയാൽ അത് ചിലപ്പോൾ താഴെ കിടക്കും. അതുകൊണ്ട് അപ്പോൾ ഇതേപോലെ ഒരു വയറെടുത്തിട്ട് ആദ്യം ഞാൻ അതിൻ്റെ ശരീരഭാഗമാണ് ഉണ്ടാക്കാൻ പോണത്. ശരീരം കുറച്ച് വാല് വരെ ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് എടുക്കണം. എന്നിട്ടാണ് നമുക്ക് കഴുത്ത്, തല, വാല്, ചിറക് ഇതൊക്കെ നമുക്ക് വെക്കാൻ പറ്റുള്ളൂ. നമ്മൾ ക്ലേ കൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ആദ്യം വേണ്ടത് ക്ഷമയാണ് കേട്ടോ. ഭയങ്കര ക്ഷമ വേണം ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട്. എന്നാലാണ് അതിൻ്റെ ശരിയായിട്ടുള്ള രൂപം നമുക്ക് കിട്ടുള്ളൂ. ഞാനിപ്പോൾ അതിൻ്റെ വാല് വരെ ജസ്റ്റ് ഷേപ്പ് ചെയ്തിട്ട് ആ മരക്കൊമ്പിൽ ഒന്ന് ഉറപ്പിക്കാൻ നോക്കുന്നുണ്ട്. അത് അവിടെ നിൽക്കണില്ല ഞാൻ വിചാരിച്ച പോലെ. പക്ഷേ ഒരു വിധത്തിൽ ഞാൻ അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതിൻ്റെ തല വെക്കണം. അതിനായിട്ട് ഞാൻ ഇതേപോലെ തല ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കൊമ്പും നമ്മൾ ഇതേമാതിരി കുഞ്ഞു കുഞ്ഞ് ക്ലേയുടെ പീസ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് വെച്ച് ഒട്ടിച്ചാൽ മതി കേട്ടോ. അതവിടെ ഒട്ടിക്കോളും. ഇതായിപ്പം മുഖം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ ബോഡി ഒന്ന് ശരിയാക്കിയിട്ട് എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതേപോലെ കുറച്ച് ക്ലേ അതിൻ്റെ ശരീരഭാഗത്തിൻ്റെ അവിടെ നമ്മൾ ഫിക്സ് ചെയ്ത് വയ്ക്കണം കേട്ടോ. ഇനി ചിറകുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ക്ലേ ഒന്ന് ഉരുട്ടിയെടുത്തിട്ട് പരത്തിയെടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഈ ചിറകിന് ഒരു ബലം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് കമ്പിയുടെ മുകളിൽ ക്ലേ വെച്ചിട്ടൊന്ന് ഉരുട്ടിയെടുത്തതുണ്ട്. അത് വെച്ചിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ചിറക് റെഡിയാവും. അതേപോലെ 2 എണ്ണം ഉണ്ടാക്കിയെടുക്കണം. ഇപ്പോൾ ഇതാ 2 ചിറകും ഞാനൊന്ന് സെറ്റ് ചെയ്തെടുത്തിട്ട് ഉണക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഉണങ്ങിക്കഴിഞ്ഞാലാണ് നമുക്കിനി ഇതിനെ പെയിൻ്റ് അടിക്കാനും ഒക്കെ പറ്റുള്ളൂ. ഇപ്പോൾ ഇതാ ഇതൊന്ന് സെറ്റായിട്ട് ഞാൻ ആ മരത്തിൻ്റെ മുകളിൽ അതിനെ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കണം. ഞാനൊരു ഐസ് ഡ്രാഗണിൻ്റെ പോലെ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് വെള്ളയും സ്കൈ ബ്ലൂ കളറും ഉപയോഗിച്ചിട്ട് അതിനെ പെയിൻറ്റ് ചെയ്തെടുത്തത് കേട്ടോ. പിന്നെ ആ മരക്കുട്ടിക്ക് ഒരു കറുപ്പ് കളറും അടിച്ചിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ഒരു മരത്തിൻ്റെ ലുക്കൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മുടെ ക്ലേ ഡ്രാഗൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോ എന്ത് ക്ലേ ആർട്ട് ചെയ്യണമെന്ന് കമൻറ്റിലൂടെ പറയുകയും വേണം.